So, Mridula, tell me, what motivates you? Oh, I feel motivated by money. The higher the salary, the more motivated I am. Promotions motivate me. The opportunities to go higher and higher and also earn more money motivates me. എങ്ങനെയാണോ നിങ്ങൾ വാട്ട് മോട്ടിവേറ്റ്സ് യു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? കറക്റ്റ് ആയിട്ട് ഉത്തരം എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ട്രൈക്കിൾ പ്ലേസ്മെന്റ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിന് പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ ക്യാമ്പസ് ഇന്റർവ്യൂസിനും വളരെ കോമൺ ആയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് മോട്ടിവേറ്റ്സ് യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമാവുന്നത് എന്താണ്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെ നമ്മളെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ വി ആർ സേയിങ് ദാറ്റ് സാലറി അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് നേടി എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തത് തന്നെ അതിൻ്റെ സാലറി കണ്ടിട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയേണ്ട ആവശ്യമില്ല. സോ ആസ് ഓൾവേസ്, എന്തിനാണ് ഇൻ്റർവ്യൂവർ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്? ചോദ്യത്തിലൂടെ നിങ്ങളുടെ സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എത്രത്തോളം നിങ്ങൾ സെൽഫ് അവെയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമാവുന്ന കാര്യങ്ങൾ ഈ കമ്പനിക്കും ജോബ് റോളിനും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും അറിയാം. ഒപ്പം തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നതിലൂടെ കമ്പനിക്കും അതുപോലെ തന്നെ ടീമിനും എന്താണ് ഉപകാരം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവർ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമുക്ക് കുറച്ചധികം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സ്ട്രീം ഓഫ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്തത് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങാം. എന്താണ് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ഈ ജോബ് റോളിന് അപ്ലൈ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ആയത്? അതുപോലെ തന്നെ കമ്പനി കൾച്ചറിനെ കുറിച്ചും ഈ ജോലിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് അതുപോലെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ച് എത്രത്തോളം സെൽഫ് അവെയർനെസ് ഉണ്ട്? നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ കമ്പനിക്കും ജോബ് റോളിനും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നതിൽ നിന്ന് കമ്പനിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ടീമിനും എന്തൊക്കെ ഉപകാരമാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവർ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഏരിയ ഓഫ് സ്റ്റഡി സെലക്ട് ചെയ്തത് എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ബിടെക് സെലക്ട് ചെയ്തത്, അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ് അതിന് മോട്ടിവേഷൻ ആയത്? അതുപോലെ തന്നെ ഈ ജോബ് റോളിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ വർക്ക് കൾച്ചർ, നമ്മുടെ ജോബ് റോൾ, അതിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ ആൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം പറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഐ ലൈക്ക് ലേണിംഗ് ന്യൂ തിങ്സ്. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമ്പോൾ ഇറ്റ് കീപ്സ് മീ മോട്ടിവേറ്റഡ് എന്ന് നമുക്ക് പറയാം. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഒരു ടീം എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ. പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും മറ്റാൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് ലഭിക്കാനും ഇത് സഹായിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ പോലെ ഒരു കൊളാബറേറ്റീവ് എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതെന്നെ പുതിയ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനും റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ടു ഡു ലിസ്റ്റിൽ നിന്ന് അത് വെട്ടിക്കളയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ മീ. കാരണം എന്താ, എൻ്റെ വർക്കൊക്കെ ഇന്നത്തേക്കുള്ള കംപ്ലീറ്റ് ആയി, നെക്സ്റ്റ് ഡേ പുതിയ ലിസ്റ്റ് കിട്ടും, പുതിയ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു സെൻസ് എന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള പോലെയുള്ള ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് പുറമെ ആയിട്ട് നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് ആഡ് ചെയ്യാവുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. ഒരു ഗോൾ തന്നു, അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഐ ഫീൽ മോട്ടിവേറ്റഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാവുന്നത് റെക്കഗ്നിഷൻ ആൻഡ് അപ്രീസിയേഷൻ. നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ഐ റിസീവ് അഡിക്വേറ്റ് അപ്രീസിയേഷൻ. ദെൻ പ്രൊഡക്ടിവിറ്റി.
കൃത്യമായിട്ട് ടൈം ഒന്നും കളയാതെ എനിക്ക് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ജെനുവിൻലി മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, അല്ലാതെ വെറുതെ ഹാർഡ് വർക്കിംഗ് മോട്ടിവേറ്റ്സ് മീ, അല്ലെങ്കിൽ കുറെ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇന്റർവ്യൂവർ ക്യാൻ സീ ത്രൂ അസ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ജെനുവിൻലി നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ വേണം പറയാൻ. എപ്പോഴും ശ്രദ്ധിക്കണം, സാലറി, പ്രൊമോഷൻ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്റർവ്യൂവിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഉത്തരം എങ്ങനെ പറയാം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം, അല്ലേ? അപ്പൊ അതിനായിട്ട് പ്ലീസ് ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.